മമ്മൂട്ടി എന്ന് പറഞ്ഞ വ്യക്തി ഈ പെട്ടെന്നുള്ള ദേഷ്യം കാര്യങ്ങളൊക്കെ അത് ഓരോരുത്തർ സ്വഭാവമാണ്. ഒന്നല്ലാതെ ഇത്രയും ഈ ഭാഗം മുഴുവൻ തൂവെള്ളയാണ്. ഞാനും മമ്മൂട്ടിയുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയേക്കാൾ കൂടുതൽ ബന്ധം അദ്ദേഹത്തിൻ്റെ ഭാര്യ സുലുവാണ്. കാരണം അവിടെ ഞാൻ എനിക്ക് ചെറുപ്പം മുതലേ അറിയാം. എല്ലാം ക്ലിയറായി കഴിഞ്ഞപ്പോൾ ഒരു ടെസ്റ്റോടെ ഉണ്ട്. അതിന് ഈസ് ഓക്കെ. പിന്നെ നമ്മുടെ ആളുകളല്ലേ ഇത് തിരിച്ച് വന്നെങ്കിൽ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞ ആളുകൾ കൂടുതൽ. അപ്പോൾ ഒരു അരുവിയിൽ നിന്നിങ്ങനെ ഒരു മീനെ പിടിക്കുന്ന സംഭവം ഇങ്ങനെ തോർത്തിട്ടിട്ട് ഇങ്ങനെ പിടിക്കുന്നു. അപ്പോൾ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് ചെറിയൊരു പാമ്പ് കയറി വരും. ഇതാണ് സംഭവം. അങ്ങനെ ഇപ്പോൾ ഈ പാമ്പിനെ വാടകയ്ക്ക് എടുക്കുന്നതാണ്. എല്ലാത്തിനും എല്ലാം വാടകയ്ക്ക് എടുക്കും മദ്രാസിൽ. 5 രൂപ 10 രൂപ കൊടുത്തിട്ട് ഒരു നീർക്കോലി പാമ്പിനെ കൊണ്ടുവന്നിരിക്കും. ഇങ്ങനെ ഷോട്ട് എടുത്തിട്ടിരിക്കുമ്പോൾ അത് റിഹേഴ്സലിങ്ങനെ എടുത്തിട്ടിരിക്കുമ്പോൾ അപ്പോൾ ഈ മാറ്റങ്ങളെല്ലാവർക്കും അവകാശമുള്ളതാണ്. ഒരു മാറ്റം വേണം എന്ന് കുറച്ച് നാളായിട്ടത് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു സംഭവം. അപ്പോൾ മറ്റുള്ളവർക്കും തോന്നിക്കണം. എന്തായാലും ഏത് കാര്യത്തിനും സംഘടനയായാലും ശരി എല്ലാവരും പുതുമ ആഗ്രഹിക്കുന്ന ആളാണ് കൂടുതലും. എക്സ്പെഷ്യലി ഒരു കാലമായിട്ട് എല്ലാ പെണ്ണുങ്ങൾ വരണം എന്ന് പറഞ്ഞ് നല്ലതാവാം, നല്ലത് തന്നെ. കാരണം പെണ്ണുങ്ങളാകുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധ മറ്റുള്ളവർക്ക് ശ്രദ്ധയില്ലായ്മയെന്നല്ല ഞാൻ പറയുന്നത്. ഒരുപാട് നല്ല നല്ല പ്രസിഡന്റുമാർ 2-3 പേര് കഴിഞ്ഞു പോയതാണ്. അവരുടെ ഒപ്പം എത്തിയില്ലെങ്കിലും അവരേക്കാൾ കൂടുതൽ നന്നാകണം എന്നുള്ള നമ്മുടെയൊക്കെ ആഗ്രഹം. ഇന്നസെൻ്റ്, സോമേട്ടൻ, അങ്ങനെ ഓരോരുത്തർ എടുത്താലും എല്ലാവരും നല്ല അഭിപ്രായങ്ങളും നല്ല കാര്യങ്ങളും. മോഹൻലാൽ എല്ലാവരും നല്ല കാര്യങ്ങളെ ചെയ്തിട്ടുള്ളൂ, നല്ലതേ ചെയ്തിട്ടുള്ളൂ. അമ്മയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത വ്യക്തികളാണ്. അതുകൊണ്ട് ഈ അമ്മയുടെ പ്രതിഫലം കൊണ്ട് ഒരുപാട് സഹോദരന്മാർ ഒരുപാട് പേര് ജീവിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ ആകണം എന്നാണ് ഞാൻ ആകും. സ്ത്രീകളാണ് അതിനോട് ഒരു പ്രതിബന്ധം ഉണ്ട്. അവർ ചെയ്തേ പറ്റൂ. മറ്റുള്ളവർക്ക് വേണ്ടി അവർ എന്തും ചെയ്യാൻ റെഡിയാണെന്ന് അവർ അവിടെ പറഞ്ഞു കഴിഞ്ഞു. ചെയ്യുമായിരിക്കും. കാരണം മാറ്റം, ഞാൻ പറഞ്ഞൊരു മാറ്റം ആവശ്യമാണ്. സ്ത്രീകൾ പക്ഷെ നടക്കട്ടെ. സ്ത്രീകളൊരു ഭരണം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ സ്ത്രീകൾക്കാണ് കൂടുതൽ മുൻഗണന. നടക്കട്ടെ. അവർക്ക് വേണ്ട എല്ലാ ആശീർവാദങ്ങളും നമ്മൾ നേരുന്നു, അത്രേ ഉള്ളൂ. ഞാനും മമ്മൂട്ടിയുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയേക്കാൾ കൂടുതൽ ബന്ധം അദ്ദേഹത്തിൻ്റെ ഭാര്യ സുലുവാണ്. കാരണം അവിടെ ഞാൻ എനിക്ക് ചെറുപ്പം മുതലേ അറിയാം. എൻ്റെ ജ്യേഷ്ഠൻ്റെ കൂട്ടുകാരായിരുന്നു അവളുടെ വാപ്പ. അങ്ങനെയുള്ള അത് പിന്നെ അതങ്ങനെ വളർന്ന് അവൾ വലുതായി കുട്ടികളൊക്കെ കല്യാണം എല്ലാം കഴിച്ച് അങ്ങനെയുള്ള പരിചയമാണ് കൂടുതൽ. അതിന് ശേഷമാണ് മമ്മൂട്ടി എന്ന് പറഞ്ഞ വ്യക്തി ഈ പെട്ടെന്നുള്ള ദേഷ്യം കാര്യങ്ങളൊക്കെ അത് ഓരോരുത്തർ സ്വഭാവമാണ്. ഒന്നല്ലാതെ ഇത്രയും ഈ ഭാഗം മുഴുവൻ തൂവെള്ളയാണ്. കാരണം എൻ്റെ കല്യാണത്തിന് ഞാനന്ന് മമ്മൂട്ടി വന്ന സമയം, ഞാനും വന്ന സമയം, ഞാൻ അത്യാവശ്യം തിരക്കുള്ള സമയം. അപ്പോൾ വാഹിനി സ്റ്റുഡിയോയിൽ പുള്ളി ഒരു സൈക്കിൾ ചവിട്ടിങ്ങനെ നടക്കുന്നുണ്ട്. ഞാനിപ്പുറത്ത് എൻ്റെ കുറച്ച് പേരുമായിട്ട് ഞാനിവിടെ ആ സ്റ്റുഡിയോ തന്നെ ഒരു സൈഡിലിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഓരോ കല്യാണമൊക്കെ ഇടും. കാശിൻ്റെ കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടുന്ന് 5000 രൂപ ഇടുന്നത് അന്ന് അത്രയേ ഉള്ളൂ. 5000-10000 കിട്ടുള്ളൂ. ഇപ്പോൾ പുള്ളി അടുത്ത് വന്ന് എന്താണ് പ്രശ്നം? ഒന്നുമില്ല, കല്യാണപ്പോഴെ തീർന്നുണ്ട്, സാമ്പത്തിക പ്രശ്നമുണ്ട്, പലയിടത്തും സിനിമയില്ലേ, പലയിടത്തും കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പുറപ്പെടുത്ത പുള്ളി അങ്ങ് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 10000 രൂപ ഒരു ഇത് വെച്ചോ. ഞാൻ പറഞ്ഞത് അല്ലേ, ഇത് വെച്ചോടോ, ഒരു നല്ല കാര്യം വരികയല്ലേ. ഞാൻ കേട്ടു, താൻ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഞാൻ കേട്ടു. അങ്ങനെയുള്ള ഒരു സഹായ മനസ്സുള്ള ഒരാളാണ് മമ്മൂട്ടി. അങ്ങനെയാണ് അദ്ദേഹമായിട്ട്. അത് ഇപ്പോഴും ആ സൗഹൃദ ബന്ധം പോയിട്ടില്ല. ഇങ്ങനെ കൂടി വന്ന് എൻ്റെയും എൻ്റെ കുടുംബത്തെയും എനിക്ക് വളരെ വളരെ അടുപ്പമുള്ള ഒരു കുടുംബമാണ് മമ്മൂട്ടി ഞാനും തമ്മിലുള്ള ബന്ധം, തുല്യമായിട്ടുള്ള ബന്ധം, മക്കളുമായിട്ടുള്ള ബന്ധം. ഇതെല്ലാം ദൈവാധീനം കൊണ്ട്, ഇതെല്ലാം ദൈവത്തിൻ്റെ കൽപ്പന കൊണ്ടാവാം ഇങ്ങനെ ഇപ്പോഴും അങ്ങനെ പോകുന്നു. എല്ലാം ക്ലിയറായി കഴിഞ്ഞപ്പോൾ ഒരു ടെസ്റ്റോടെ ഉണ്ട്. അതിന് ഈസ് ഓക്കെ. പിന്നെ നമ്മുടെ ആളുകളല്ലേ ഇത് തിരിച്ച് വന്നെങ്കിൽ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞ ആളുകൾ കൂടുതൽ. അങ്ങനെയൊന്നുമില്ല, എല്ലാം ക്ലിയറാണ്. പഴയകാലമൊന്നുമല്ല. ഇപ്പോൾ എല്ലാത്തിനും റെമഡി ഉണ്ട്, മരുന്നുണ്ട്, പിന്നെ കയ്യിൽ കാശുമുണ്ട്. നസീർ സാറിനെ കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. കാരണം അത്രയും വലിയൊരു മനുഷ്യരായിരുന്നു അദ്ദേഹം. പിന്നെ അദ്ദേഹത്തിൻ്റെ പടങ്ങളാണ് ഞാൻ കൂടുതൽ അഭിനയിച്ചിരിക്കുന്നത്. എൻ്റെ ആദ്യ ചിത്രം തന്നെ റെസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞ പടത്തിൽ നസീർ സാറായിരുന്നു. ഞാനൊക്കെ വളരെ ഇങ്ങനെ നോക്കി രസിച്ചിട്ടുണ്ട്.
ഒരു സുന്ദരക്കുട്ടപ്പൻ, ആരും വെറുപ്പിക്കില്ല. അദ്ദേഹം ഒരു എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് ഒരു പണ്ടൊക്കെ ബിഗിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. ബിഗും ഇപ്പോൾ സോമേട്ടനൊക്കെ ഞാൻ ആരും കുറ്റം പറയല്ല, ചിലർക്ക് ഇറിറ്റേഷനാണ് ബിഗ് വെച്ച്. ഒരു നസീർ ആ ബിഗ് എടുക്കുന്നത് കുഴപ്പമില്ലത് കുഴപ്പമില്ല എന്ന് പറയും. കാരണം അത്രയും വളരെ സൗമ്യമായിട്ട് അത് അദ്ദേഹം ചെയ്യുള്ളൂ. പിന്നെ ഒരുപാട് സഹായിയായിരുന്നു, എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഞാൻ സത്യം പറയല്ല, കാരണം ഞാൻ തിരുവാഭരണം എന്ന് പറഞ്ഞ പടത്തിൽ ഷൂട്ടിങ് അന്ന് നസീർ ഇറ്റ ടൈം 3-4 ഷെഡ്യൂളിൽ വർക്ക് ചെയ്യുന്ന സമയം ശശികുമാർ സാറാണ് അന്നത്തെ സംവിധാനം, ഏറ്റവും തിരക്കുള്ള സംവിധായകൻ നസീർ സാറാണ്. തിരുവാഭരണം എന്ന് പറഞ്ഞ പടം. അപ്പം ഞാനും സാധന എന്ന് പറഞ്ഞൊരു നടിയുണ്ടായിരുന്നു, അവർ മരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു അരുവിയിൽ നിന്ന് ഇങ്ങനെ ഒരു മീനെ പിടിക്കുന്ന സംഭവം, ഇങ്ങനെ തോർത്തിട്ടിട്ട് ഇങ്ങനെ പിടിക്കുന്നു. അപ്പോൾ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് ചെറിയൊരു പാമ്പ് കയറി വരും. ഇതാണ് സംഭവം. അങ്ങനെ ഇപ്പോൾ ഈ പാമ്പിനെ വാടകയ്ക്ക് എടുക്കുന്നതാണ്. അന്ന് എല്ലാത്തിനും എല്ലാം വാടകയ്ക്ക് എടുക്കും മദ്രാസിൽ. 5 രൂപ 10 രൂപ കൊടുത്തിട്ട് ഒരു സിനിമ ഒരു നീർക്കോലി പാമ്പിനെ കൊണ്ടുവന്നിരിക്കും. ഇങ്ങനെ ഷോട്ട് എടുത്തിട്ടിരിക്കുമ്പോൾ അത് റിഹേഴ്സലിങ്ങനെ എടുത്തിട്ടിരിക്കുമ്പോൾ ഞാൻ ഈ പാമ്പ് എൻ്റെ കയ്യിലോട്ട് ഞാൻ തോർത്ത് വിട്ട് കളഞ്ഞു. ഇത് ശശികുമാർ സാധനം എന്തോ നസീർ സാറിൻ്റെ ഡേറ്റ് ഞാൻ എവിടെ പോയിട്ട് ഭയങ്കര ചീത്ത ഒക്കെ നമ്മളൊക്കെ വന്ന സമയമാണ്. ഞാൻ കരയുന്നുണ്ട്. നസീർ അവിടെ നോക്കിയിരിക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി ശശി ഞാൻ കുട്ടിയൊന്നും പറയണ്ട, ഞാൻ രാവിലെ 7 മണിക്ക് വന്നിട്ട് ഈ ഷോട്ട് എടുക്കുക. ആര് പറയും ഈ കാലത്തൊക്കെ അങ്ങനെ പറയൂ, ഒരു മിറാക്കിളാണ്. പിറ്റേ ദിവസം നമ്മൾ 7 മണിക്ക് വന്ന് ഷോട്ട് എടുത്ത് അത്രയും ലോലഹൃദയനാണ് അദ്ദേഹം. ആരും വെറുപ്പിക്കില്ല, ആരുടെ ഒരു കണ്ണീര് കാണുന്ന പോലെ പത്തിന് ഇഷ്ടമല്ല. ദാറ്റ്സ് പ്രേം നസീർ. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.